In this video, we are going to learn about waves. Waves എന്ന് പറയുന്നത് it's an important type of motion that occurs in nature. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ there are many applications on waves. നമ്മുടെ റിയൽ ലൈഫിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഇൻഫർമേഷൻ ട്രാൻസ്ഫർമേഷൻ ഈസ് ബേസ്ഡ് ഓൺ വേവ്സ് എന്ന് നമുക്ക് പറയാം. നമ്മൾ ലൈറ്റ് മുതൽ സൗണ്ട് ദെൻ ഇൻഡസ്ട്രിയൽ ഫീൽഡിലും അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിലും ഒക്കെ നമുക്ക് ഇൻഫർമേഷൻസ് ക്യാരി ചെയ്യുന്നത് ബേസ്ഡ് ഓൺ വേവ്സ് ആണ്. സോ വാട്ട് ആർ വേവ്സ്? വേവ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സം കൈൻഡ് ഓഫ് ഡിസ്റ്റർബൻസ് എന്ന് നമുക്ക് പറയാം. സം കൈൻഡ് ഓഫ് ഡിസ്റ്റർബൻസ്. ആ ഡിസ്റ്റർബൻസിൽ വാട്ട് ഹാപ്പൻസ് ഇസ് energy is transported from one place to another. Energy is transported from one place to another. So it's a kind of disturbance that transports energy from one place to another. And the most important thing is there is no transport of matter. There is no transfer of matter in this case. എനർജി മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ എനർജി മൊമെൻറ്റം നമുക്ക് പറയാം. എനർജി ആൻഡ് മൊമെൻറ്റം മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ വിത്തൗട്ട് ദ ട്രാൻസ്ഫർ ഓഫ് മാറ്റർ. ഇപ്പം നമ്മൾ ഒരു ഗൺ നമ്മൾ ഫയർ ചെയ്യാന്ന് വയ്ക്കുക. ഗൺ ഫയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അവിടെ കൈനറ്റിക് എനർജി ഫോം ചെയ്യുന്നുണ്ട്. ആ കൈനറ്റിക് എനർജി കാരണം ബുള്ളറ്റ് മൂവ് ചെയ്യുന്നു. അപ്പോൾ അവിടെ എനർജി ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്, കൈനറ്റിക് എനർജി ട്രാൻസ്ഫർ നടക്കുന്നുണ്ട് ഫ്രം ദ സോഴ്സ് ടു ദ ഡെസ്റ്റിനേഷൻ. ഏത് ഡിസൈർഡ് പ്ലേസിലേക്കാണോ ബുള്ളറ്റ് പോകേണ്ടത് അവിടേക്ക് നമ്മൾ ഗൺ ഫയർ ചെയ്യുന്നു. അപ്പോൾ അവിടെ കൈനറ്റിക് എനർജി ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്, ബട്ട് വിത്ത് ദ ട്രാൻസ്ഫർ ഓഫ് മാറ്റർ അവിടെ ആ ബുള്ളറ്റ് കൂടെ മൂവ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് വേവ് മോഷൻ്റെ കേസിലാണെങ്കിൽ ദർ ഇസ് നോ ട്രാൻസ്ഫർ ഓഫ് മാറ്റർ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ട്രാൻസ്ഫർ ഓഫ് എനർജിക്ക് നമ്മൾ പറയുന്നതാണ് വേവ്സ്. Okay, so it is a disturbance of some kind that move from one place to another and transports energy and momentum from one place to another without the transfer of matter. അപ്പോൾ ഇതാണ് വേവ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേവ്സിൻ്റെ അല്ലെങ്കിൽ ഈ വേവ് മോഷൻ്റെ സഹായത്തോടെ നമ്മൾ ഇൻഫർമേഷൻസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മൾ കാണുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻ്റർനെറ്റ് വൈഫൈ മുതൽ അതുപോലെ മെഡിക്കൽ ആപ്ലിക്കേഷൻസിൽ സ്കാനിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസിൽ വരെ വേവ്സ് ഉണ്ട്. ദെൻ കമ്മ്യൂണിക്കേഷൻ പർപ്പസിൽ TV സിഗ്നൽസ്, റേഡിയോ സിഗ്നൽസ്, ഇതെല്ലാം തന്നെ ബേസ്ഡ് ഓൺ വേവ്സ് ആണ്. ട്രാൻസ്ഫർ ഓഫ് എനർജി വിതൗട്ട് ദ ട്രാൻസ്ഫർ ഓഫ് മാറ്റർ ആണ് വേവ്സിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്, അല്ലെങ്കിൽ വേവ്സ് ആണെന്ന് പറയാം. ദെൻ നമ്മൾ കേൾക്കുന്നു സൗണ്ട് എന്ന് പറയുന്നത് വേവ്സ് ആണ്, ദെൻ ലൈറ്റ് എന്ന് പറയുന്നത് വേവ്സ് ആണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ട്രാൻസ്ഫർ ഓഫ് എനർജിയാണ് വിതൗട്ട് ദ ട്രാൻസ്ഫർ ഓഫ് മാറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേവ്സ് എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് വേവ്സ്. അപ്പോൾ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ചെയ്യാറുണ്ട്. വേവ്സിൻ്റെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ചെയ്യാറുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് മെക്കാനിക്കൽ ആൻഡ് നോൺ മെക്കാനിക്കൽ വേവ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് മെക്കാനിക്കൽ ആൻഡ് നോൺ മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ വൈബ്രേഷൻ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ബേസ്ഡ് ഓൺ വൈബ്രേഷൻ, പാർട്ടിക്കിളിൻ്റെ വൈബ്രേഷൻ അനുസരിച്ച് ബേസ്ഡ് ഓൺ വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് നമ്മൾ രണ്ടായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ദെൻ ബേസ്ഡ് ഓൺ ഡയമെൻഷൻ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഡയമെൻഷൻ 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ദെൻ ബേസ്ഡ് ഓൺ ഡ്യൂറേഷനും നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് വേവ് പൾസ് എന്നും ദെൻ വേവ് ട്രെയിൻ എന്നൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ദെൻ അത് കൂടാതെ നിങ്ങൾ പ്ലെയിൻ വേവ്സ് എന്ന് കേട്ടിട്ടുണ്ടാവും, ദെൻ സ്പെറിക്കൽ വേവ്സ്, സിലിണ്ട്രിക്കൽ വേവ്സ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. സ്പെറിക്കൽ വേവ്സ്, ദെൻ സിലിണ്ട്രിക്കൽ വേവ്സ്, ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സിലിണ്ട്രിക്കൽ വേവ്സ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഈ 4 എണ്ണമാണ്. ദാറ്റ് ഈസ് മെക്കാനിക്കൽ വേവ്സ് ആൻഡ് നോൺ മെക്കാനിക്കൽ വേവ്സ്. ദെൻ based on vibration, transverse waves and longitudinal waves, then 1 dimensional, 2 dimensional, 3 dimensional waves and wave pulse and wave train. അപ്പോൾ നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം.
സോ ഇത് വേവിൻ്റെ ഡെഫിനേഷനാണ്. നിങ്ങൾക്ക് ഈ ഇനിയുള്ള സ്ലൈഡ്സിൽ കാണുന്ന മാറ്റർ തന്നെ നിങ്ങൾക്ക് നോട്ട്സായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ: എ വേവ് ഇസ് എ ഡിസ്റ്റർബൻസ് ഓഫ് സം കൈൻഡ് ദാറ്റ് മൂവ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ആൻഡ് ട്രാൻസ്പോർട്ട്സ് എനർജി ആൻഡ് മൊമെൻറ്റം വിതൗട്ട് ദ ട്രാൻസ്പോർട്ട് ഓഫ് മാറ്റർ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അത്. ദെൻ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ബേസിക് ക്ലാസിഫിക്കേഷൻ, ദാറ്റ് ഈസ് മെക്കാനിക്കൽ വേവ്സ് ആൻഡ് നോൺ മെക്കാനിക്കൽ വേവ്സ്. അപ്പോൾ മെക്കാനിക്കൽ വേവ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചില വേവ്സിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമുണ്ടാവും. അങ്ങനെയുള്ള വേവ്സിനെ നമ്മൾ മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയും. ദാറ്റ് ഈസ് ദ വേവ് ദാറ്റ് പ്രൊപ്പഗേറ്റ്സ് ത്രൂ എ മെറ്റീരിയൽ മീഡിയം. ഒരു മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുന്ന വേവ്സിനെയാണ് നമ്മൾ മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയുന്നത്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന ഒരു വേവ് തന്നെയാണ് സൗണ്ട് വേവ് എന്ന് പറയും, അല്ലേ? അപ്പോൾ സൗണ്ട് വേവ് മീഡിയത്തിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള എയർ കോളം അതിലുള്ള പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ആ പാർട്ടിക്കിൾസിൻ്റെ പാർട്ടിക്കിൾസ് ഒരിടത്ത് ഒരു മീൻ പൊസിഷനിലിരുന്നു കൊണ്ട് വൈബ്രേറ്റ് ചെയ്ത് ആ വൈബ്രേഷൻ തൊട്ടടുത്തുള്ള, ഇപ്പോൾ പാർട്ടിക്കിൾ 1 വൈബ്രേറ്റ് ചെയ്യും, ആ പാർട്ടിക്കിൾ 1 വൈബ്രേറ്റ് ചെയ്യുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന പാർട്ടിക്കിൾ 2നെ കൊളൈഡ് ചെയ്യും ആൻഡ് എനർജി ഈസ് ട്രാൻസ്ഫർ ടു പാർട്ടിക്കിൾ 2 ആൻഡ് ദെയർ ബൈ ഇതുപോലെ പാർട്ടിക്കിൾ 3 പാർട്ടിക്കിൾ 4 അങ്ങനെ എല്ലാ പാർട്ടിക്കിളിലേക്കും ഈ വൈബ്രേഷൻസ് എനർജി അത് ട്രാൻസ്ഫർ ചെയ്യും വിത്തൗട്ട് ദ ട്രാൻസ്ഫർ ഓഫ് ദ പാർട്ടിക്കിൾ. അവിടെ പാർട്ടിക്കിൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവിടെ അതിൻ്റെ മാറ്റർ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, എനർജി മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു മെറ്റീരിയൽ മീഡിയം ആവശ്യമുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് വേവ്സിനെ നമ്മൾ മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒബ്വിയസ്ലി ഒരു മീഡിയം ഉള്ളതുകൊണ്ട് തന്നെ ആ വേവിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ഇലാസ്റ്റിസിറ്റി ആൻഡ് ഇനേർഷ്യ ഓഫ് ദ മീഡിയം. അതുകൊണ്ട് ഈ മെക്കാനിക്കൽ വേവ്സിനെ നമ്മൾ എന്തും പറയും? ഇലാസ്റ്റിക് വേവ്സ് എന്നും പറയും. ഓക്കെ, അതാണ് മെക്കാനിക്കൽ വേവ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ നോൺ മെക്കാനിക്കൽ വേവ്സ് എന്തായിരിക്കും? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ, ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ പ്രൊപ്പഗേറ്റ് ത്രൂ വാക്വം. അപ്പോൾ അങ്ങനെയുള്ള വേവ്സിനെ നമ്മൾ നോൺ മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയും. എക്സാമ്പിൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആൻഡ് മാറ്റർ വേവ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം അറിയാവുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ലൈറ്റാണ്. ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവാണ്. ലൈറ്റ് മാത്രമല്ല, ബാക്കി ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ വരുന്ന വേവ്സ് എല്ലാം തന്നെയുണ്ട്. ഞാൻ എന്നാലും നമുക്ക് അറിയാവുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. സോ ദാറ്റ് വിച്ച് റിക്വയർ എ മെറ്റീരിയൽ മീഡിയം, വേവ്സ് ദാറ്റ് റിക്വയർ എ മെറ്റീരിയൽ മീഡിയം എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ വേവ്സും, ദാറ്റ് ഡസ് നോട്ട് റിക്വയർ എ മെറ്റീരിയൽ മീഡിയം എന്ന് പറയുമ്പോൾ അതിനെ നോൺ മെക്കാനിക്കൽ വേവ്സ് എന്നും പറയും. ദെൻ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഇസ് ബേസ്ഡ് ഓൺ വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ്. നമുക്കറിയാം മീഡിയത്തിലെ പാർട്ടിക്കിൾസ് ഉണ്ട്, അപ്പോൾ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യും, അല്ലേ? അപ്പോൾ ആ വൈബ്രേഷൻ്റെ ബേസിസിൽ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ദാറ്റ് ഇസ് ട്രാൻസ്വേഴ്സ് വേവ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയും. ട്രാൻസ്വേഴ്സിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താ? പെർപെൻഡിക്കുലർ എന്നാണ്. പെർപെൻഡിക്കുലർ, അല്ലേ? അപ്പോൾ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ ട്രാൻസ്വേഴ്സ് എന്ന് പറയും. അതായത് ആ മീഡിയത്തിലെ പാർട്ടിക്കിൾ പ്രൊപ്പഗേഷൻ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് വേവ് ഇപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എക്സ് ഡയറക്ഷനിലേക്കാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളിതിനെ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയും. ഈ രീതിയിൽ ഇവിടെയല്ല, ഇങ്ങനെ പാർട്ടിക്കിൾസ് പെർപെൻഡിക്കുലർ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ട്രാൻസ്വേഴ്സ് വേവ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ എക്സിബിറ്റ് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, സ്കാറ്ററിങ് എക്സെട്ര. അപ്പോൾ ഒബിയസ്ലി ഇതെല്ലാം ഉള്ള ഒരു വേവ് എന്ന് പറയുന്നത് ലൈറ്റ് വേവ് ആണ്. അപ്പോൾ അതിന് എക്സാമ്പിൾ ലൈറ്റ് വേവ് ആണ്. ട്രാൻസ്വേഴ്സ് വേവ്സിന് എക്സാമ്പിൾ ലൈറ്റ് വേവ് ആണ്. അവിടെ ഇലക്ട്രിക് ഫീൽഡാണ് പെർപെൻഡിക്കുലർ വൈബ്രേഷൻ കാണിക്കുന്നത്. വേവ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലറായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അവിടെ ഇലക്ട്രിക് ഫീൽഡാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയും. ഈ ലൈറ്റ് വേവ്സിൻ്റെ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ്സിൻ്റെ ഒരു പ്രത്യേകത ഇറ്റ് ക്യാൻ ബി പോളറൈസ്ഡ്. ഇപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിനും ഇതുപോലെ ദേ ക്യാൻ ഓൾസോ എക്സിബിറ്റ് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, സ്കാറ്ററിങ് എക്സെട്ര. ആ പോയിന്റ് രണ്ടിനും കോമൺ ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അതിനെ ഈ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിനെ നമുക്ക് പോളറൈസ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. വേറാസ് ട്രാൻസ്വേഴ്സ് വേവ്സ് ക്യാൻ ബി പോളറൈസ്ഡ്. അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ലൈറ്റിനെ നമുക്ക് പോളറൈസ് ചെയ്യിപ്പിക്കാം. അതേസമയം ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്, സൗണ്ട് വേവ്സ് എന്ന് പറയുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ഇറ്റ് ക്യാൻ നോട്ട് ബി പോളറൈസ്ഡ്. ഓക്കെ, അപ്പോൾ നോക്കൂ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് നേരെ ഓപ്പോസിറ്റ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ്. പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ്
പാരലൽ. ഏത് ഡയറക്ഷനിലാണോ വേവ് ട്രാവൽ ചെയ്യുന്നത് അതേ ഡയറക്ഷനിൽ തന്നെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യും. ഇപ്പോൾ ഇതൊരു പാർട്ടിക്കിൾ ആണെങ്കിൽ ഈ പാർട്ടിക്കിൾ ഇങ്ങനെ ഈ ഡയറക്ഷനിൽ തന്നെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. എന്നിട്ട് അത് അടുത്തിരിക്കുന്ന പാർട്ടിക്കിളിലേക്ക് അതിൻ്റെ എനർജി ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ പോവുകയാണെങ്കിൽ, അതായത് വേവിൻ്റെ പ്രൊപ്പഗേഷൻ ഡയറക്ഷനിൽ തന്നെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയും. ഓക്കെ, so it can also exhibit reflection, refraction, interference, diffraction and scattering, but it cannot be polarized. Very very important, it cannot be polarized. Example is sound waves. So അതാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡയമെൻഷൻ. ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് 1 dimensional, 2 dimensional ആൻഡ് 3 dimensional വേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 1 dimensional വേവ് എന്ന് പറഞ്ഞാൽ ദ വേവ് ദാറ്റ് പ്രൊപ്പഗേറ്റ്സ് എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈനിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അതായത് ഒരൊറ്റ ഡയമെൻഷനിൽ മാത്രമേ വേവ് മൂവ് ചെയ്യുന്നുള്ളെങ്കിൽ അതിനെ നമ്മൾ 1 dimensional വേവ്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സ്ട്രിങ് ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ട് ഇതിലൊരു ആൻറ്റിനെ നമ്മൾ ട്രാവൽ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആ ആൻറ്റിൻ്റെ മോഷൻ എന്ന് പറയുന്നത് 1 dimensional വേവ് ആണ്. ഓക്കെ, അതേസമയം 2 dimensional വേവ്സ് എന്ന് പറഞ്ഞാൽ ദ പ്രൊപ്പഗേഷൻ ഇസ് എലോങ് എ പ്ലെയിൻ. അതായത് ആൻറ്റിനെ നമ്മളൊരു ടേബിൾ സർഫസിലോട്ട് നമ്മൾ ആൻറ്റിനെ വിടുവാണെങ്കിൽ ആ ആൻറ്റിൻ്റെ മോഷൻ എന്ന് പറയുന്നത് 2 dimensional മോഷനാണ്. ദെൻ 3 dimension എന്ന് പറയുമ്പോൾ സപ്പോസ് ദാറ്റ് ദ ആൻറ്റ് ക്യാൻ ഫ്ലൈ. അപ്പോൾ അത് സ്പേസിൽ ഫ്ലൈ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മോഷൻ റെപ്രസെൻറ്റ്സ് 3 dimensional വേവ് മോഷൻ. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾസ് നോക്കിക്കേ. 1 dimensional വേവ്സ് along a straight line. Then 2 dimensional എന്ന് പറയുമ്പോൾ റിപ്പിൾസ് ഓൺ എ ലിക്വിഡ് സർഫസ്. Then 3 dimensional വേവ്സ് എന്ന് പറയുമ്പോൾ സൗണ്ട് വേവ്സും ലൈറ്റ് വേവ്സും എല്ലാം 3 dimensional വേവ്സ് ആണ്. They are propagating through space. Then last classification is based on duration. That is wave pulse and wave train. Wave pulse എന്ന് പറഞ്ഞാൽ the particles of the medium vibrates only for a short interval or gets disturbed only for a short interval of time. ഒരു പെട്ടെന്ന് തന്നെ ആ ഡിസ്റ്റർബൻസ് അങ്ങ് ഇല്ലാതായി അറ്റന്യൂറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിന് നമ്മൾ വേവ് പൾസ് എന്ന് പറയും. ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ജസ്റ്റ് അതുകൊണ്ട് ഇങ്ങനെ മാത്രമേ ഉള്ളൂ. ഒരു ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈമിലേക്ക് മാത്രമേ ആ പാർട്ടിക്കിൾസ് ഡിസ്റ്റർബ്ഡ് ആകുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ വേവ് പൾസ് എന്ന് പറയും. വേവ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് സമയത്തേക്ക്, അതായത് കണ്ടിന്യൂസ്ലി വിത്ത് ടൈം അത് ആ ഡിസ്റ്റർബൻസ് കണ്ടിന്യൂ ചെയ്യുന്നു. പാർട്ടിക്കിൾസിൻ്റെ ഡിസ്റ്റർബൻസ്, ആ മീഡിയത്തിലെ ഡിസ്റ്റർബൻസ് കണ്ടിന്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നുവെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ വേവ് ട്രെയിൻ. നമുക്കിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസ്ഡ് ഓൺ ഡ്യൂറേഷൻ. അപ്പോൾ ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈം ആണെങ്കിൽ അതിനെ വേവ് പൾസ് എന്നും, ലോങ് ഇൻ്റർവൽ ഓഫ് ടൈം, അതായത് കണ്ടിന്യൂസ്ലി വിത്ത് ടൈം പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നെങ്കിൽ അതിനെ വേവ് ട്രെയിൻ എന്ന് പറയും. ഓക്കെ, സോ ദീസ് ആർ ദ 4 classifications based on basic classifications, അതായത് mechanical waves and non-mechanical waves. Next one is transverse waves and longitudinal waves. The other one is based on dimension, 1 dimension, 2 dimension and 3 dimensional waves. And the last one is based on duration, which is wave pulse and wave train.